ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ മലയാള ഭാഷ ഐച്ഛികമായിട്ട് എടുത്തവർക്കുള്ള ഒരു പേപ്പറാണ് മലയാള കവിത ആധുനികം എന്ന് പറയുന്നത്. ഇപ്പൊ സമകാലിക മാധ്യമങ്ങളോ മാസികകളോ ഒക്കെ വായിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആധുനികത, ഉത്തരാധുനികത എന്നീ പേരുകളൊക്കെ കേട്ട് പരിചയം ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് കേട്ട് പരിചയമുണ്ടോ? പരിചയമില്ലെങ്കിൽ സാരമില്ല. ഈ പേപ്പർ മുഴുവനും നമ്മൾ എന്താണ് ആ ഒരു പേരുകൾ ഇങ്ങനെ റിപ്പീറ്റ് അടിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോ മലയാള കവിത ആധുനികം എന്ന് പറയുമ്പോൾ, ഉത്തരാധുനികത, ആധുനികത എന്നൊക്കെ പറയുമ്പോൾ സമകാലിക കവിതകളാണ്, ഇന്നുള്ള കവിതകളാണ്. ബട്ട് ഈ ഒരു പേപ്പറിൽ നമ്മൾ ഇന്നുള്ള കവിതകൾ മാത്രമല്ല പഠിക്കാൻ പോകുന്നത്, കവിതയുടെ സാഹിത്യ ചരിത്രമാണ്. ചരിത്രം എന്ന് പറയുമ്പോൾ ഒരിക്കലും നമ്മൾ എഴുത്തച്ഛന്റെ കാലം മുതലുള്ള കവിതകളൊന്നുമില്ല. ഈ പേപ്പർ മുഴുവൻ നമ്മൾ കവിതകൾ മാത്രം പഠിക്കുമ്പോൾ കവിതയുടെ കാലഘട്ടങ്ങള്, സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രങ്ങൾ എപ്രകാരം കവിതയ്ക്ക് എന്താണ് പശ്ചാത്തലം ഒരുക്കുന്നുണ്ട്, അതെല്ലാമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ നോക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഉള്ളടക്കം എന്താണ്, അതായത് ഈ ഒരു പേപ്പർ എന്തൊക്കെയാണ് ചർച്ച ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ എന്ന് പറയുമ്പോൾ മലയാള സാഹിത്യത്തിലെ ആധുനികതയുടെ കടന്നുവരവ്. ആധുനികത എവിടെ നിന്നാ തുടങ്ങുന്നതെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, എഴുത്തച്ഛന്റെ കാലം മുതലൊന്നും പോണ്ട, എവിടെ മുതൽ പോയാൽ മതി? നവോത്ഥാന കാലം മുതൽ പോയാൽ മതി. ഇപ്പൊ നവോത്ഥാന കാലവും, അതായത് നമ്മൾ ഓരോ കാലങ്ങൾ പഠിക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ എന്തൊക്കെ സാമൂഹിക മാറ്റങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായെന്നൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നവോത്ഥാന കാല പ്രവർത്തനങ്ങള്, നവോത്ഥാന കാല നേതാക്കന്മാരുടെ പങ്കിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. കൂടാതെ ആധുനികതയുടെ കടന്നുവരവിനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. നവകാൽപ്പനിക പ്രവണതകൾ നോക്കുന്നുണ്ട്. സമകാലിക കവിതകൾ, അതായത് ഇന്നുള്ള കവിതകൾ, അങ്ങനെ നവോത്ഥാനത്തിൽ തുടങ്ങി ഇന്നുള്ള കവിത വരെ എത്തി നിൽക്കുന്ന നമ്മുടെ മലയാള സാഹിത്യം ഉണ്ടല്ലോ. ഈ ഒരു മാറ്റങ്ങളെല്ലാം നമ്മൾ എവിടെ ചർച്ച ചെയ്യുന്നുണ്ട്? ഈ ഒരു പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, നമുക്ക് 6 ബ്ലോക്കുകൾ ഉണ്ട്. അതായത് 6 ബ്ലോക്കുകളായിട്ട് 2ഉം 3ഉം കവിതകളായിട്ട് നമുക്ക് ഒരുപാട് കവിതകൾ പഠിക്കാനുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്കിലും ഏതൊക്കെ കവിതകൾ നമുക്ക് പഠിക്കാനുണ്ട്, ഏതൊക്കെ എഴുത്തുകാരെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് നമുക്ക് നോക്കാം. അപ്പൊ അതില് ആദ്യത്തെ ബ്ലോക്കില് അതിന്റെ യൂണിറ്റിന്റെ പേര് ആധുനികതയുടെ ഭൂമിക എന്നാണ്. എന്താണ് യൂണിറ്റിന്റെ പേര്? ആധുനികതയുടെ ഭൂമിക. സ്വാഭാവികമായിട്ടും നവോത്ഥാന കാലം മുതലാണ് തുടങ്ങുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നവോത്ഥാനത്തിന്റെ പിതാവായ ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കവിതയാണ് പഠിക്കാനുള്ളത്. ദൈവദശകം. ശ്രീനാരായണ ഗുരുവിന്റെ ചിത്രം അവിടെ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടോ? ശ്രീനാരായണ ഗുരുവിനെ എല്ലാവർക്കും അറിയാലോ, ഫോട്ടോ ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ട്. എന്നാലും ഇനി ആർക്കെങ്കിലും പരിചയമില്ലെങ്കിൽ ഒന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ട്, കളിയാക്കിയൊന്നുമല്ലോ കേട്ടോ. അപ്പൊ ശ്രീനാരായണ ഗുരുവിന്റെ ദൈവദശകം, നിങ്ങൾ ആരെങ്കിലും ശ്രീനാരായണ ഗുരുവിന്റെ സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പ്രയർ സോങ് ദൈവദശകത്തിലേതായിരിക്കാൻ വളരെയധികം സാധ്യത കൂടുതലാണ്. അപ്പൊ ദൈവദശകം നിങ്ങൾ മുൻപ് കേട്ടിട്ടും ഉണ്ടായിരിക്കാം. ഇനി യൂണിറ്റ് 2 എന്ന് പറയുന്നത് പൊയ്കയിൽ കുമാരഗുരുദേവന്റെ കാണുന്നീലൊരക്ഷരവും എന്നാണ്. അപ്പൊ ഇത് പറയുന്നത് ഈ ഒരു യൂണിറ്റില് 2 എന്താണ് നവോത്ഥാന കാല നായകന്മാരുടെ കൃതികളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് നവോത്ഥാന കാലം മുതലുള്ള സാഹിത്യ ചരിത്രം, മീൻസ് ആധുനികതയിലേക്കുള്ള ഒരു കടന്നുവരവുണ്ടല്ലോ. അപ്പൊ നവോത്ഥാന കാലം മുതലാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഈ അടുത്ത യൂണിറ്റ് നോക്കാം. അടുത്ത യൂണിറ്റില് കുമാരൻ ആശാന്റെ വീണപ്പൂവ്, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ മനസ്വിനി, ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി, ഇവരെല്ലാം എന്ത് കവികളാണ്? കാൽപ്പനിക കവികളാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂണിറ്റിന്റെ പേര് എങ്ങനെ വന്നു? കാൽപ്പനികത പ്രസ്ഥാനം എന്ന് വന്നു. ഇപ്പൊ കുമാരനാശാന്റെ വീണപൂവിനെ കുറിച്ച് കേട്ടില്ലാത്ത മലയാളികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. കേട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമ്മൾ പഠിക്കുമല്ലോ. അപ്പോ അത്രയും പ്രസിദ്ധമായ റൊമാൻറ്റിസിസം എന്നാണ് കാൽപ്പനികതയ്ക്ക് നമ്മൾ പറയുന്നത്. അപ്പോ ആ ഒരു പ്രണയം, വിരഹം, ജീവിത ചിന്തകൾ, ഇതെല്ലാം ഉൾപ്പെടുന്ന കവിതകളാണ് ഇത് മൂന്നെണ്ണം എന്ന് പറയുന്നത്. അപ്പോ ഇതെല്ലാം, ഈ പ്രണയം, വിരഹവും ജീവിത ചിന്തകളും എല്ലാം എന്താണ് നമ്മൾ ഈ ഒരു കവിതകളിലൂടെ നമ്മൾ അറിയും. എങ്ങനെയാണ് ഇതെല്ലാം ഈ ഒരു കവിതകളിൽ പ്രതിഫലിച്ചതെന്ന് നമ്മൾ നോക്കും. നമുക്ക് അടുത്ത ബ്ലോക്കിലോട്ട് പോവാം. അടുത്ത ബ്ലോക്ക് എന്ന് പറയുന്നത് നവകാൽപ്പനിക പ്രവണതകളാണ്. അപ്പൊ കാൽപ്പനികതയുടെ കാലം കഴിഞ്ഞിട്ട് അടുത്ത ഒരു കാലത്തിലോട്ട് കടക്കുന്ന ഒരു സമയമാണ്. ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ആരാന്ന് തോന്നുന്നുണ്ട്? മുൻപ് കണ്ടിട്ടുണ്ടോ ഈ ഫോട്ടോ? നമ്മുടെ ONV കുറുപ്പാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ ശാർംഗക പക്ഷികൾ എന്നൊരു കവിത നമുക്ക് പഠിക്കാനുണ്ട്. സച്ചിദാനന്ദന്റെ ഇവനെ കൂടി എന്നൊരു കവിതയുണ്ട്. പിന്നീട് കടമ്മനിട്ട രാമകൃഷ്ണന്റെ കടമ്മനിട്ട എന്നൊരു കവിതയുണ്ട്. കടമ്മനിട്ട എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ പേരല്ല, സ്ഥലപ്പേരാണ്. അപ്പൊ ആ ഒരു പേരിൽ തന്നെ എന്താണ്, അത് ഒരു കവിത എഴുതി. എന്തൊരു എളുപ്പമാണല്ലേ, നമുക്ക് പഠിക്കാൻ എളുപ്പം. കടമ്മനിട്ട രാമകൃഷ്ണനുള്ളത് കടമ്മനിട്ട കവിത എളുപ്പമാണല്ലേ, ചുമ്മാ പറഞ്ഞതാ, നമ്മളെന്താ പഠിക്കും. നമുക്ക് അടുത്ത ബ്ലോക്ക് നോക്കാം. ആധുനികതാവാദമാണ്. ഈ ഒരു ചിത്രം നോക്കിക്കേ, അയ്യപ്പന്റെ ചിത്രമാണ്. നല്ല വ്യക്തിയായിരുന്നു.
അദ്ദേഹത്തിന്റെ ബുദ്ധനും ആട്ടിൻകുട്ടിയും എന്ന ഒരു കവിതയുണ്ട്. 2 കവിതകളേ ഉള്ളൂ. പിന്നീട് എന്താണ്, കുരീപ്പുഴ ശ്രീകുമാറിന്റെ ഇഷ്ടമുടിക്കായൽ എന്ന് പറഞ്ഞിട്ടൊരു കവിതയും കൂടി ഉണ്ട്. അപ്പോ ഈ ഇഷ്ടമുടിയൻ കായൽ എന്ന പേര് കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു മീൻസ് പേരുമായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇഷ്ടമുടിക്കായൽ, വേറെ ശരിക്കും കായലിന്റെ പേര് അങ്ങനല്ല. അഷ്ടമുടിക്കായലിന്റെ പേര് കേട്ടിട്ടുണ്ടോ? അഷ്ടമുടിക്കായൽ ഏത് ജില്ലയിലാണെന്ന് അറിയാവോ? കൊല്ലം ജില്ലയിലാണ്. അദ്ദേഹം ഒരു കൊല്ലംകാരനായിരുന്നു. അപ്പോ അഷ്ടമുടിക്കായൽ എന്ന പേരും ഇഷ്ടമുടിക്കായൽ എന്ന പേരും തമ്മിൽ വല്ല ബന്ധമുണ്ടോ നമ്മൾ കവിത പഠിക്കുമ്പോൾ നമുക്ക് നോക്കാം. അതാണ് ബ്ലോക്ക് 4 2 കവിതകളേ ഉള്ളൂ. ഇനി ബ്ലോക്ക് 5 ആധുനികാനന്തര പ്രവണതകളുടെ പ്രാരംഭമാണ് നമ്മൾ നോക്കുന്നത്. അതായത് ഈ ഒരു പുതിയ കാലത്തിലേക്കുള്ള കടന്നുവരവ് അല്ലെങ്കിൽ പുതിയ കാലത്തിന്റെ പ്രവണതകള് ഇതെല്ലാം ഈ കവിതകളിലൂടെ നമുക്ക് നോക്കാം. നമുക്ക് പഠിക്കാനുള്ളത് പി രാമചന്ദ്രന്റെ കാണക്കാണ എന്ന കവിതയുണ്ട്, പി രാജീവന്റെ ഹൊഗനേക്കൽ എന്ന കവിതയുണ്ട്, വി.എം. ഗിരിജയുടെ കുന്തി എന്ന കവിതയുണ്ട്. അപ്പൊ 3 കവിതകളാണ് ഈ ഒരു ബ്ലോക്കിൽ നമുക്കുള്ളത്. ഇനി നമുക്ക് അവസാനത്തെ ബ്ലോക്കാണ്. നമുക്ക് 6 ബ്ലോക്കുകളാണുള്ളത്. 6ാമത്തേല് എം.ആർ. രേണുകുമാറിന്റെ പൊദ്യൻ എന്ന കവിത. സമകാലിക എഴുത്തുകാരാണ് ഇവരൊക്കെ. ഇപ്പോഴും എന്താണ്, എഴുത്ത് ലോകത്ത് സജീവമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അനിത തമ്പിയുടെ ആലപ്പുഴ വെള്ളം, ഡോണ മയൂരയുടെ ഐസ് ക്യൂബുകൾ. അപ്പോ ഈ കവിതകളൊക്കെ എന്താണ്, ഈ കാലത്തെ കവിതകളാണ്, ഇന്നത്തെ കാലത്തിന്റെ കവിതകളാണ്. അപ്പോ നവോത്ഥാനത്തിൽ തുടങ്ങി സമകാലിക കാലം വരെയുള്ള മലയാള കവിതയുടെ 100 വർഷത്തെ ചരിത്രമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കാൻ പോകുന്നത്. 100 വർഷത്തെ ചരിത്രം എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര കവിതകളുടെ പേര് പറഞ്ഞു. ഇതെല്ലാം എന്താണ്, ഓരോ കാലഘട്ടത്തിനെ പ്രതിഫലിക്കുന്നതാണ്. ആ ഒരു കാലഘട്ടത്തിന്റെ സാംസ്കാരിക, രാഷ്ട്രീയ, സാമൂഹിക ചരിത്രങ്ങള്, അവിടുത്തെ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം എന്താണ് നമ്മുടെ സാഹിത്യത്തിലും പ്രതിഫലിച്ചിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാമാണ് നമ്മൾ ഈ ഒരു പേപ്പറിൽ പഠിക്കുന്നത്. കവിതകളാണ്, നമുക്ക് എളുപ്പത്തിൽ എന്താണ് പഠിച്ചു പോകാനും പറ്റും. അപ്പൊ ഇത്രയാണ് നമ്മൾ ഈ ഒരു പേപ്പറിലൂടെ നോക്കുന്നത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.